29 നോമ്പും കഴിഞ്ഞ് നാളെ പെരുന്നാളാണെന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. ആ ഒരു അറിയിപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ടേ ഇവിടെ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഭയങ്കര ചർച്ചയിലാണ്. സോറി, രണ്ടുപേരില്ല 3 പേരും കൂടെ കൂടിയിട്ട് ചർച്ചയൊക്കെ അവസാനിപ്പിച്ച് പിന്നെ അത്തച്ചും ഉമ്മച്ചും കൊണ്ട് കൂടിയിട്ട് 1-2 ആവശ്യങ്ങൾക്കായിട്ട് അച്ചൂസിനെയും പൈസനെയും കൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണെ കൂട്ടി നമ്മൾ നേരെ നമ്മുടെ കുഞ്ഞു ചെറുക്കൻ്റെ ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. മറ്റന്നാളാണ് പെരുന്നാളെങ്കിൽ നാളെ പോയി എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ പെരുന്നാളാണെന്ന് അറിഞ്ഞ പാടി നമ്മളങ്ങനെ ഓടിപ്പടിച്ച് വന്നിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ ദിവസം കൂടിയിട്ടാണ് കേട്ടോ അവനെ കാണാനായിട്ട് പോകുന്നത്. നോമ്പൊക്കെ കാരണം നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നാളെ അവനെ ഒന്ന് കണ്ടു കഴിഞ്ഞാലാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമാകത്തുള്ളൂ. അങ്ങനെ അതും വാങ്ങി പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പമ്പിലേക്കാണ് കേട്ടോ. ഇന്ന് പെട്രോൾ അടിക്കാനായിട്ടല്ല, നമുക്ക് നാളെ പെരുന്നാപ്പൊടി കൊടുക്കാനുള്ള ചില്ലറയും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിയായിരുന്നു പോയത്. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ. 1-2 ഷോപ്പിൽ കയറി ഇറങ്ങിയതിന് ശേഷം എല്ലാം ഒന്ന് സെറ്റായി. പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം വാങ്ങി നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടീസും ഉമ്മച്ചി അത്തിച്ചൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മാട് ഇത്തായൊക്കെ വണ്ണപ്പുറത്ത് നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് നേരം അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവർ പോയപ്പോഴേക്കും ഏകദേശം ഒരു 11 മണി ആ ഒരു ടൈമൊക്കെ അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അത്തിച്ച് പോയി ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പെരുന്നാളെന്ന് അറിഞ്ഞ ഉടനെ നമ്മൾ ചിക്കനുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തിയാണ് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിലായിരുന്നു നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ എടുത്ത് നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ നാളെ ആകുമ്പോൾ അക്കച്ചിയൊക്കെ വരും കേട്ടോ. പിന്നെ ഇത് ഫുഡിന് വേണ്ടിയിട്ടുള്ള സവോളയും കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടായിരുന്നു ഇന്ന് അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നതും. അപ്പം ഇനി പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അഡ്വാൻസ് ഈദ് മുബാറക്ക്.